ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി. റൂമിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ബ്രെഡ് ചീസ് ജാം കഴിച്ചു, ബട്ടർ കഴിച്ചു, പിന്നെ വാട്ടർമെലൻ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അത് കഴിച്ച്, പിന്നെ ഒരു 2 പുൾസയും കഴിച്ച്. അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കി സെറ്റ് ചെയ്ത് ലഗേജ് ഒക്കെ റൂമിൽ തന്നെ വെച്ച് ലഗേജ് ഒക്കെ റൂമിൽ വെച്ച് ഞങ്ങൾ ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാണ ഹിൽസ്. അപ്പൊ ഞങ്ങള് ഹോട്ടൽ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവിടെ ക്യാബിന് 2 ആൾക്ക് 6 lakh, നാട്ടിലെ ഒരു 2000 റേഞ്ച് വരും. ഞാൻ ആപ്പ്, നമ്മളെ ഗ്രാബ് ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ 5.25 വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊയ്യാനിലെ മെയിൻ ജംഗ്ഷനിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ക്യാബ് വിളിച്ച് പോകാമെന്ന് വിചാരിക്കും. പിന്നെ മഴയും വരുന്നുണ്ട്, അതാണൊരു പ്രശ്നം. അപ്പോൾ എന്തായാലും ക്യാബിൽ പോകാനുള്ള പ്ലാനാണ്. ഞങ്ങളൊരു ക്യാബ് വിളിച്ച് ബാണ ഹില്ലിലേക്ക് പോകണം. കുറെ നടന്നു നോക്കി, ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സില്ല, അതുകൊണ്ട് ക്യാബ് വിളിച്ചു. ഞങ്ങള് സൺവേൾഡ് ബാണ ഹിൽസിലെത്തി. ഇവിടെ നിർത്തി. വഴി കുറച്ച് മാറിപ്പോയി. മൂപ്പര് കറങ്ങി ലാസ്റ്റ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിർത്തിക്കോളി, ഞങ്ങൾ നടന്നോളാറുണ്ട്. അങ്ങനെ ഇവിടെ നിർത്തി. ഇപ്പോ എല്ലാ ബസ്സിലും ക്ലൂക്ക് ബസ്സോ? ക്ലൂക്കിന്റെ ബസ്സായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാണ്. ഇവിടുത്തെ ഒരു 500 മീറ്റർ ഇപ്പുറത്താണ് എൻട്രൻസ്. ഇതിന്റെ പുറം ഭാഗം കാണും. ഇതാണ് കേട്ടോ പാർക്കിംഗ്. വിശാലമായ പാർക്കിംഗ് ആണ്. നോക്കാം. പിന്നെ അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട്. എൻഡില് അവിടം വരെ പാർക്കിംഗ്. അപ്പുറത്ത് നല്ല ആളുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് മഴ ആയതുകൊണ്ടേ, ഇവിടെ അത്യാവശ്യം മഴ ചാറ്റിലുണ്ട്, പക്ഷെ ഇപ്പം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൾ കുറവായിരിക്കുന്നു. പക്ഷെ ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്, ഫുള്ള് പാക്ഡ് ആയിരിക്കാനാണ് ചാൻസ്. മിക്കവാറും ബ്രിഡ്ജിൻ്റെ മുകളിൽ ഫുള്ള് മറ്റേ റീൽസിലൊക്കെ കാണുന്ന പോലെ ഇമേജു റിയാലിറ്റി എന്ന് പറയുന്നത് എന്തൊരു വിധി ഇത് എന്നുള്ള സംഭവിക്കുക അവിടെ പോയിട്ട് മിക്കവാറും. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻട്രി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പുറത്താണോ? അപ്പാ അങ്ങോട്ട് പോയാ അപ്പുറത്താണോ? അപ്പുറത്ത്. ഞാൻ ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ? വിയറ്റ്നാം മാങ്ക. ഇവിടുത്തെ മാങ്ങ ഉണ്ടോ? ഹെവി മാങ്ങ. വിയറ്റ്നാമീസ് മാങ്ക എന്ന് പറയും. മാങ്ക എന്താ എങ്ങനെയാ പൈസ കൊടുക്കണ്ടേ? ഞങ്ങളിവിടെ എത്തി. ഞാൻ അവിടെ പോകേണ്ടത്
പോവാ. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് അറിയില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്ത് പോവാണ്. പിന്നെ ഇവിടെ വരെ വന്നിട്ട് എടുക്കാതെ പോകാൻ പറ്റുമോ? ഒരാൾക്ക് 2500 രൂപ, നോ ഫുഡ്. ഫുഡ് ഞങ്ങൾ എടുത്തില്ല, ജസ്റ്റ് ബാണ ഹിൽ ബ്രിഡ്ജ് പോയി കാണാം, കേബിൾ കാർ റൈഡ്, അത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി പിന്നെയും തുടങ്ങി വലിയ. പോവാ ലെറ്റ്സ് ഗോ. Xin chào. Yes. Oh. Open for? Yeah. Free? The Mysore did. ഇപ്പോൾ എടുത്തില്ലല്ലോ. അപ്പൊ എവിടുന്ന ടിക്കറ്റ് വാങ്ങാം? ഇതാണ് നമ്മളെ പ്ലാൻ. ഇങ്ങനെയാണ് ടോട്ടൽ സിറ്റി ഉള്ളത്. സിറ്റി അല്ല, മൗണ്ടന്റെ മുകളിൽ. ഇതൊക്കെ കേബിൾ കാർ പോയിട്ട് ഇവിടെ ഇറങ്ങും സൺ വേൾഡിൽ, എന്നിട്ട് ബ്രിഡ്ജിലേക്ക് പോയ. ബ്രിഡ്ജ് എവിടെ? കേബിൾ കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൺ വേൾഡ് ബ്രിഡ്ജ് ഇതൊക്കെ കയറി നമ്മൾ ഇവിടെ നിന്നാണ് കയറുക കേബിൾ കാർ. അങ്ങനെ കയറി വന്ന് പോയി സൺ വേൾഡിലെത്തും. സൺ വേൾഡ് കംപ്ലീറ്റ് കറങ്ങി പുറത്ത് പോയിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് നമ്മൾ താഴത്തേക്ക് പോകും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി 20 ലക്ഷം എണ്ണി കൊടുത്തതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. ഈ മിക്കവാറും 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഈ ഇതില്ലേ വെച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താണെങ്കിൽ ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് 3 days ട്രാവൽ ചെയ്യാം. ഇവിടെ തന്നെ വരാം. ഈ സെയിം ടിക്കറ്റ് ഉള്ളൂ. അങ്ങനെ അതിൽ പൈസ കൊടുക്കാതെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ നാളെ വരാം. ഞങ്ങൾക്ക് 2 ഫുഡ് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഫുഡ് കൂപ്പണിൽ 2 get 2 free 250 ml glasses of beer or a dish of food. 2 ഫ്രീ 250 ml ഗ്ലാസ് ബിയറും ഉണ്ട്, ഒരു ഫ്രീ ഡിഷും ഉണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് മറ്റേ ഫുഡ് എടുത്താലോ അല്ലേ, പിന്നെ ഫുഡും കൂടി വരുമ്പോൾ എക്സ്ട്രാ ബഫേ ആണ് കേട്ടോ. നല്ല ഡിഷസ് ഉണ്ടാവും. ഇത് ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ 2 ഫുഡ് കൂപ്പൺ തന്നിട്ടുണ്ട്. എന്തായാലും ലാഭമായി. ഇത് പക്ഷെ എങ്ങനെയാണ്, ഇത് ടിക്കറ്റ്സ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വൺസ് എന്നാണ്. പക്ഷെ നെറ്റിൽ അങ്ങനെയല്ല ഉണ്ട്. സൺവേൾഡിന്റെ തന്നെ ടിക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ സ്റ്റേഷൻ അപ്പുറത്തോ മേളിൽ വരെ ഇതിലെത്തും. ഇതാണ് ഇങ്ങോട്ടേക്കുള്ള ക്യൂ. നല്ല ക്യൂ ആണ് കേട്ടോ, നല്ല റഷാണ്. അത്യാവശ്യം നല്ല റഷാണ്. വീക്കെൻഡാണ്, പിന്നെ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇതെന്തായാലും മസ്റ്റ് ചെയ്യാണെന്നാണ് നമ്മളെ ഗൂഗിൾ ആശൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിവരത്തിൽ വന്നതാണ്. കുറച്ച് ബഡ്ജറ്റ് കൂടും കേട്ടോ. ഇതിന് മാത്രമായിട്ട് കുറച്ച് ബഡ്ജറ്റ് മാറ്റി വെക്കേണ്ടി വരും. ഡയറക്റ്റ് ക്ലൂക്കിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നേരെ പാഞ്ഞും കൂടി കയറിയാൽ മതി. ടിക്കറ്റ് അവിടെ വാങ്ങിച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കോപ്പി കാണിച്ചിട്ട് വേഗം കൂടെ വന്നാൽ മതി. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചെന്തോ ഓഫർ ഉണ്ട്, ചെറിയ ഡിഫറൻസ് ഉണ്ട് പ്രൈസ്. അപ്പോൾ ബാണ ഹിൽസിലെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ID കാർഡൊക്കെ കാണിച്ചിട്ടാണ് കയറുന്നത്. ഞങ്ങളോട് ചോദിച്ചില്ല, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ വേറെ ഒരു ഫ്രം എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ എന്ന്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കയറ്റി വിട്ട്. വേറെ ഒന്നും തന്നില്ലല്ലോ. ഇതാണ് ഞങ്ങൾ കേബിൾ കാറിലേക്ക് പോകണം. 뭐야? 같이 가네? 아, 같이 안 가는 거야? 뭐 같이 가? 네. 얘들 뭐 어때? 네, 동영상에 찍힐 수 있어. 어? 동영상? 동영상 찍혔죠. ആക്ച്വലി ടെൻഷൻ അടിച്ച് പണ്ടാണ്. 유튜버인가 보네, 유튜버? 내가 그냥 찍는 거 있어. 20분을 더 간다고? 써 있어. എനിക്കത് ഫാമിലി ആയിരിക്കും. 형이 20분이라네. 저기 뭐야, 곤도르 나올까요? 곤도르 저기. 시조새. 한국말은 다 이렇게 있어. 그러니까. 영어랑 다른 데는 뭐 중국말, 영어만 일본어도 그냥 기자 아니야? 영어하고 한국말밖에 없어. Legal. 베트남 영어 어느 애들. ആ 야, 죽인다. 사진 찍어, 너 사진 찍어줄까? 아이고, 사진. 흔적을 자꾸 남기려고 그러지 마. 사진 보내면 치사를 받을 수 있어. 지 혼자 놀러 다니는. 지금도 놀러 가는지 다 알잖아. 아는데 đã đến với Sun World Paris, 엄청 많아가지고. được kiến tạo bởi tập đoàn Sky Group và chính thức đi vào hoạt động từ năm thiên nhiên Bà Nà núi Chúa, được chính phủ công nhận là khu dự trữ thiên nhiên quốc gia mang nhiều giá trị sinh thái với hệ động thực vật phong phú. 맞지? 저 호랑이. Hội An, 인도차이나 오면 그렇게 베트남 오면 베트남 호랑이는 인도차이나 호랑이와 여행자 호랑이를 가리킨 경우가 với đôi bàn 많습니다. tay vươn sang từ vách núi, tiếp đến cáp treo từ ga Bọc Đôn 갑자기 왜 호랑이를 얘기하는 거야? lên đỉnh Bà Nà. Tại đây, cảnh quan mới check-in cực đã, khám phá 나무가 trời và vương quốc mặt những tờ rơi ngay bên cạnh mình. വിചാരിക്കുന്നില്ല കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. 네. ഇത്രയും ഹൈറ്റ് വിചാരിച്ചു. 우리나라 캐브가 제일 긴 데가 통영인가 그랬잖아. 뭐가 이렇게 분위기는 그래. 분위기가 완전 밀림 같은 분위기. We also invite you to enjoy lively new festivals, including Havana Sunfest and Next, 이건 진짜 이쪽으로 들어서 있거든. protecting the natural landscape. 그 히비치 해변 앞에 아주 좋은 방송가. അകത്തേക്ക് ഇപ്പോൾ വീഴുന്നു ഫോണ് പോക്കറ്റിലായിരിക്കും നിലത്തേക്ക് വീഴുന്നത് ഇതിലെ. We are very pleased to 또 쫙 들어가. at Sunworld Bana Hills. 이 베트남은 사람 많은 동네 안에 열강도 열강 가는데 맨날 지나다 오는. 네. 와, 진짜 계속 올라간다. 여기 해발 한 8m잖아. ആക്ച്വലി പേടിച്ച് ഇപ്പോ സീന 선월도 읽어봐. രണ്ട് 크다고 രണ്ട് അഭിപ്രായം പറയും. റിവ്യൂ 경치 봐야지. കേബിൾ കാറിനെ പറ്റിട്ട്. നല്ലത്. പന്നെ നായും കിടാങ്ങളെ തെറി വിളിക്കുന്നത്. പന്നെ നായും കിടാങ്ങളെ എന്തിനാണ് എന്നോട് കയറ്റിയത്? 대리새끼가 내가 보기에는 이 여자 만나는 മനസ്സിലാവില്ലെന്നും പറഞ്ഞു. 그래? മനസ്സിലാവില്ല. വീട്ടിലുണ്ടെങ്കിൽ അതിനിപ്പോ എന്താ എന്റെ ഫാൻസ് ഇന്നെ പോലെ അലമ്പുകളോ? പിന്നെ ഫാൻസ് ആവാൻ പോകുന്നവര് ഫസ്റ്റ് വീഡിയോ ആണല്ലോ. 어디 밀린 것 같아 진짜. അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടുപിടിക്കണം ഇന്ത്യ. എത്ര സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കേബിൾ കാറൊക്കെ പണിയാൻ. താഴേക്ക് നോക്കിയാ Sản xuất tại Bà Nà Hills. Kính chúc quý khách một hành trình du xuân an lành
vui tươi và tràn đầy may mắn tại ജയൻ വീലിൽ കയറാത്ത ഞാൻ ഇതിൽ കയറി. Ladies and gentlemen, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. to the spring wonderland of a million shades of tulips. ഇരുപത് In full bloom. This spring, sunlight 손가락이 올라간다. 오르막이야. 이거 안개로 앞이 안 보이잖아. 성지가 없네. 근데 안개가 딱 갇히는 순간 다 보여. 처음에 이렇게 한 라인만 만들었다가 사람들이 너무 많으니까. ഫുള്ള് മഞ്ഞ് ഇങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോ കംപ്ലീറ്റ് ലിസ്റ്റ് ആട്ടോ. 만들면 നല്ല വ്യൂ വരെ വന്നില്ലേ? 그리고 이게 뭐 계속 똑같은 거 아니야? ആഷ്ലി വീഡിയോ കോളാ. ആഷ്ലി വീഡിയോ കോളാ. 점검하고 계속. This is Suri. 야, 중간에 큰 대로. നമുക്ക് പുറത്തേക്കൊന്നും കാണില്ല. 그러니까. ശൂന്യത. മേലെ. എന്റെ മോനെ ഇത് എങ്ങോട്ടാ? 구름이 좀. ഞാൻ ശരി. എന്തൊക്കെ ചെയ്യാ? എന്തായാലും വരണം കേട്ടോ അല്ലേ? ഈ കേബിൾ കാർ റൈഡ് തന്നെ ഒരു 2000 മുതലാവും. നൈസാണ്. അത്രയുണ്ട്. ഒരു 10-15 മിനിറ്റായി കേബിൾ കാർ റൈഡ്. ഇനി എത്തിയില്ല. ഞങ്ങൾ റെയിനി സീസണിലാണ് വന്നത്, അതുകൊണ്ട് ഇത്രയും മിസ്റ്റ് എന്ന് തോന്നുന്നു. 야, 이게 높이. ഇവിടെ എത്തിയിരിക്കുന്നു. 못 보고 지나갔어. എന്റെ മോനെ 죽겠다. 씨. 무조건. നമ്മൾ എത്തി 진짜. എക്സിറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ നല്ല മഞ്ഞാട്ടോ. ഫോട്ടോ എടുക്കാൻ മതിയുണ്ടോ? ഫോട്ടോ എടുത്താൽ മതി. ഒരു ജാപ്പനീസ് ആണ്. അരിഗാത്തു. ജാപ്പനീസ് ആണ്. അരിഗാത്തു. ഇവിടെ നല്ല തണുപ്പാട്ടോ. ഒരു ജാക്കറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. ഇതിന്റെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അതിൽ നല്ല തണുപ്പായി.